കോഴിക്കോട് നിന്ന് കൊടൈക്കനാലിലേക്ക് ഞങ്ങൾ 5 പേര് സുഹൃത്തുക്കൾ നടത്തിയൊരു യാത്ര ജസ്റ്റ് ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ 5 പേരുണ്ട്. കാറിലാണ് യാത്ര. നൈറ്റിലാണ് ട്ടോ ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഏർലി മോർണിംഗ് പൊള്ളാച്ചി ഭാഗത്ത് ഒരു പള്ളിയിലെത്തി ഞങ്ങൾ ജസ്റ്റ് ഒന്ന് സ്ലീപ്പ് ചെയ്ത്. അപ്പോൾ അവിടുന്ന് ഞാനൊരു ഇൻട്രോ കൊടുക്കുന്നുണ്ട് ട്ടോ വീഡിയോക്ക്. അപ്പോൾ അത് മുതൽ നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാണ്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് കൊടൈക്കനാലിലേക്കുള്ള യാത്രാ മധ്യേ ഒരു പൊള്ളാച്ചി എന്നുള്ള ഗ്രാമത്തിലാണ്. ഇതിനകത്ത് പള്ളിയിൽ കിടന്ന് കുറച്ച് നേരം ഉറങ്ങി. അപ്പോൾ പള്ളിൻ്റെ നമസ്കാരമൊക്കെ കഴിഞ്ഞ് നമ്മൾ 5 പേരുണ്ട് കേട്ടോ. ഓരോരുത്തരുടെ കോലം കാണിച്ചു എന്തിനും പള്ളിയിൽ നിന്ന് അവിടെ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. തണുക്കുന്നത് വരുന്നുണ്ട്. ബാക്കിയൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട്. ബാക്കി ഞാൻ കാണിച്ചു തരാം. അപ്പം ബാക്കിയുള്ളവരൊക്കെ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ 5 പേര് അജ്മൽ, സിറാജ്, നിജാദ്, അദീബ് പിന്നെ ഞാനും. അപ്പോൾ ഞങ്ങൾ റൂം ചെക്ക് ഇൻ ചെയ്ത്. അപ്പോൾ മെയിനായിട്ട് കൊടൈക്കനാൽ കാണാൻ പറ്റിയിട്ടുള്ള വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം ഞങ്ങൾ റൂമിൽ തന്നെ മാക്സിമം എക്സ്പ്ലോർ ചെയ്തിട്ടോ. പിന്നെ ജസ്റ്റ് ഒന്ന് കൊടൈക്കനാൽ മെയിൻ ടൂറിസ്റ്റ് സ്പോട്ടായ ലേക്ക് വ്യൂ അത് ജസ്റ്റ് കണ്ട്. അത് കഴിഞ്ഞ് ഇത് കോക്കേസ് വാക്ക് പറഞ്ഞിട്ടുള്ളൊരു വ്യൂ പോയിന്റ് ആട്ടോ. ഈ ഒരു വ്യൂ പോയിന്റും കണ്ടു കേട്ടോ. അപ്പോൾ പിറ്റേത്തെ ദിവസമാണ് ഞങ്ങൾ മെയിൻ ആയിട്ടുള്ള എല്ലാ ഉള്ളോട്ടുള്ള കൊടൈക്കനാൽ ഗുണാക്കേവിൻ്റെ റൂട്ടിൽ കൂടെ ഉള്ളോട്ടുള്ള ഒരുപാട് ഏരിയ പൂമ്പാറ, മന്നവന്നൂർ, പോണ്ടി, കിലവര, പോളൂർ, പൂക്കൽ ആ ഭാഗത്തേക്കട്ടെ ഞങ്ങൾ യാത്ര പ്ലാൻ ചെയ്തിട്ടുള്ളത് തന്നെ. കാരണം ആരും കാണാത്ത ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയുള്ള ഭാഗങ്ങളുണ്ട്. നല്ല പ്രകൃതി ഭംഗിയുള്ള സ്ഥലമാണ്. അപ്പോൾ ഈ സൈഡിൽ കാണുന്ന ഗോൾഫ് ഗ്രൗണ്ട് ആണ്. അടിപൊളി വ്യൂ ആണ്. ദിസ് ഈസ് പില്ലർ റോക്ക് ഫ്രം കൊടൈക്കനാൽ. ഒരു രക്ഷയില്ലാത്ത വ്യൂ കേട്ടോ. ഫുള്ള് കോടാണ് അതിൻ്റെ അങ്ങോട്ട്. സ്ട്രൈറ്റ് ഒന്ന് കൊടുക്കുക. അപ്പോൾ ഗുണാക്കേവിൽ വരുന്ന ആ ഒരു റൂട്ടിൽ തന്നെയാണ് ഇതൊക്കെ വരുന്നത്. അപ്പോൾ ഇതൊക്കെ ഓപ്പൺ ചെയ്യുക 9 o'clock കേട്ടോ. സംഭവങ്ങളെല്ലാം ഓപ്പൺ ചെയ്യുക. അപ്പോൾ 9 o'clock ശേഷം മെയിൻ അവിടുത്തെ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ഓപ്പൺ ആക്കുകയുള്ളൂ. ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ 6 മണി വരെ അത് ഓപ്പൺ ആയിട്ടുള്ളൂ. 6 മണിക്ക് വീണ്ടും ക്ലോസ് ചെയ്യും കേട്ടോ. ഈ ഒരു വഴിക്ക് വരുമ്പോഴാണ് ഈ ഒരു വ്യൂ പോയിന്റ്സ് ഒക്കെ വരുന്നത്. അപ്പോൾ അത് ഗോൾഫ് ഗ്രൗണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പില്ലർ റോക്സ് ആണ് വരുന്നത്. പില്ലർ റോക്സ് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് പല പല വ്യൂസ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ മെയിൻ അട്രാക്ഷൻസ് മാത്രം അതേപോലെ യാത്ര അതുമാത്രം ഉദ്ദേശിച്ചിട്ടുള്ള ഒരു യാത്ര ആണ്. അപ്പോൾ അവിടുന്ന് ഈ പില്ലർ റോക്സിൻ്റെ അവിടെ ഒരു 10 രൂപ ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഭാഗത്തേക്ക് കയറി വ്യൂ പോയിന്റിൽ നിന്ന് ഫോട്ടോസ് കാര്യങ്ങൾ എടുക്കാം. നെക്സ്റ്റ് ഒരു സ്പോട്ട് പറഞ്ഞാൽ ഇതാണ് ഗുണാക്കേവ്. ഗുണാക്കേവിൻ്റെ അകത്തുള്ള കാഴ്ചയാണ് ഇത് സംഭവം ഉള്ളത്. വലിയ പൈൻ മരങ്ങളുടെ നടുവ് കൂടെ ഒരു ചെറിയൊരു വാക്കിംഗ് ഉണ്ട്. ആ വാക്കിംഗ് കഴിഞ്ഞാണ് ഇതിൻ്റെ അകത്ത് എത്തുക. മഞ്ഞുമൽ ബോയ്സിലൊക്കെ കണ്ടിട്ടുള്ള ആ ഒരു സെയിം ആ ഒരു ഇതൊക്കെ സംഭവം ഇതൊക്കെ ഇതിന് മുന്നേ കുറച്ച് ഫേമസ് ആയിട്ടുള്ള സംഭവം തന്നെയാണ്. ഗുണാക്കേവ് എന്നുള്ളതൊരു ഫേമസ് ആണ്. ഇപ്പോൾ മഞ്ഞുമൽ ബോയ്സ് സിനിമ ഇറങ്ങിയതിന് ശേഷം ഇത് കുറച്ചൊരു ഫേമസ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇതേപോലെ ഗ്രില്ലിട്ടിട്ടുണ്ട്. അതിൻ്റെ അവിടുത്തെ ഒരു വ്യൂ പോയിന്റ് കാണാം കേട്ടോ. അതേപോലെ കണ്ടോ ഭയങ്കര ആഴത്തിലേക്ക് എത്തുന്ന ആ ഒരു വ്യൂ പോയിന്റ് കാണാം. ഇവിടെയും ഇതേപോലെ നല്ല ഫോട്ടോഷൂട്ടും കാര്യങ്ങൾക്കൊക്കെ പറ്റിയിട്ടുള്ള നല്ല സംഭവങ്ങളുണ്ട്. അത് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞങ്ങൾ എടുത്തിരുന്നുണ്ടോ. La 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 la. മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ യാത്രമധ്യയുള്ള കാഴ്ചകൾ തന്നെ കേട്ടോ. ഭയങ്കര ഭംഗിയുള്ള വ്യൂ ആണ് ഓരോ രണ്ട് സൈഡിലും. അതാണ് ഇതിൽ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു സംഭവം കേട്ടോ. ഈ പൂണ്ടി ഭാഗത്തൊക്കെ നല്ല നല്ല രസമുള്ള കാഴ്ചകളാണ്. അടുത്ത ഞങ്ങൾ എത്തുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ മന്നവന്നൂർ ഷീപ്പ് റിസർച്ച് സെൻറ്ററിലാട്ടോ എത്തിയത്. അപ്പോൾ ഈ ഒരു സംഭവം ഇവിടെ ടിക്കറ്റ് ഉണ്ട്. 20 rupees ടിക്കറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ ഇതുപോലുള്ള നല്ല ഭംഗിയുള്ള ഒരുപാട് ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയുള്ള അടിപൊളി പ്ലേസ് എന്ന് പറയാം. അത്രയ്ക്ക് അടിപൊളി വ്യൂ ആയിട്ടുള്ള പ്ലേസ് ആണ് കേട്ടോ. നിങ്ങൾക്ക് കാണാം, ഈ വീഡിയോയിൽ കാണാൻ പറ്റും ആ ഒരു ലൊക്കേഷൻ. ഇത്രയും നല്ല ഭംഗിയുള്ള പ്ലേസ് ആട്ടോ. ഇത് കാണേണ്ട സ്ഥലം തന്നെയാണ്. ഇവിടെ ഹോഴ്സ് റൈഡിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. காலை பொழுதை முழுமதையும் பிறந்த போவதில்லையே நேற்று வரை நேரம் போகவில்லையே உனதருகே நேரம் போகவில்லை எதுவும் பேசவில்லை இன்றேனோ எதுவும் தோன்றவில்லை இது எதுவோ. പിന്നെ അതിന് തൊട്ടടുത്തായിട്ടുള്ളത് ഒരു തന്നെ മന്നവന്നൂർ ലേക്ക് ഉണ്ട്. അതിനകത്ത് കയാക്കിങ്, സിപ്പ് ലൈന്, കൊട്ടത്തോണി കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതും കുറച്ച് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. അടിപൊളി വ്യൂ പോയിന്റ് തന്നെ പറയാം. നല്ല രസമുള്ള സ്ഥലങ്ങൾ കേട്ടോ. അരികിൽ വരുമ്പോൾ പനിനീർമഴ അകലത്തു നിന്നാൽ കണ്ണീർ മഴ മിണ്ടുന്നതെല്ലാം തെളിനീർമഴ പ്രിയ ചുംബനങ്ങൾ പൂന്തേൻ മഴ മെല്ലിമാരോട് ചേർന്നു നിൽക്കുമ്പോൾ ഉള്ളിലെ
തോരാത്ത മോഹമീ മഴ ഗന്ധർവഗാനമീ മഴ തോരാത്ത മോഹമീ മഴ ഗന്ധർവഗാനമീ മഴ ആദ്യാനുരാഗരാമഴ. അപ്പോൾ ഈ ഒരു കൊടൈക്കനാൽ ഈ റൂട്ടിലൂടെ പോകുന്ന വഴിക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാട്ടോ, ഇതേപോലെ പശുക്കളൊക്കെ റോഡിൽ കാണും. അപ്പോൾ അതൊന്ന് കെയർഫുൾ ആയിട്ട് വേണം വണ്ടി ഓടിക്കാൻ കാര്യങ്ങളൊക്കെ. റോഡ് അത്യാവശ്യം ചെറിയ റോഡായിരിക്കും, കാരണം ഗ്രാമപ്രദേശങ്ങളിലേക്കുള്ള റോഡാണ്. അതേപോലെ പെട്രോൾ പമ്പ് ഇവിടെ ഇല്ല, അപ്പോൾ അതുകൊണ്ട് പെട്രോളൊക്കെ നിറച്ചിട്ട് വേണം ഈ ഒരു വഴിക്ക് വരാൻ. അപ്പോൾ യാത്ര ഇഷ്ടപ്പെടുന്നവർക്ക്, പ്രത്യേകിച്ച് യാത്രയും സൈഡ് സീനും പ്രകൃതി ഭംഗി ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയിട്ടുള്ള ഒരു റൂട്ട് തന്നെയാണ് കൊടൈക്കനാലിന് ഈ ഒരു ബൈക്ക്. ഞാൻ പറഞ്ഞിട്ടുള്ള പൂമ്പാറ, മന്നവന്നൂർ, പോണ്ടി, കിലവരൈ, പോലൂർ, കൂകൽ ഒക്കെ ഈ ഭാഗത്തേക്കുള്ള തന്നെയാണ്. ഒരുപാടുണ്ട്. ഇനി കുറച്ചുകൂടി എക്സ്പ്ലോർ ചെയ്യാൻ ഒരു 2 days 3 days ട്രിപ്പായിട്ട് തന്നെ കൊടൈക്കനാൽ വന്ന് എക്സ്പ്ലോർ ചെയ്യണം കേട്ടോ. അത്രയ്ക്ക് ഭംഗിയുള്ള കാഴ്ചകൾ കേട്ടോ. ഈ ഒരു വ്യൂ ഒക്കെ കണ്ടാൽ കാശ്മീരിലുള്ള കുന്നുകളൊക്കെ പോലുള്ള വ്യൂ തന്നെ കേട്ടോ. നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പോൾ ലൈക്ക്, ഷെയർ, കമൻ്റ് ഒക്കെ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.